ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി ഹയർ സ്റ്റഡീസിന് പോകാനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് സർട്ടിഫിക്കറ്റൊക്കെ എടുത്തു വന്ന് മാമച്ചായൻ്റെ റൂമിന് ഇങ്ങനെ തട്ടുട്ടോ. ആൻറ്റി അങ്കിൾ ഒന്ന് പെട്ടെന്ന് വാ, നമ്മൾ കല്യാണത്തിനൊന്നല്ലല്ലോ പോകുന്നത്, പെട്ടെന്ന് ഇറങ്ങിക്കുകയെന്ന് പറയാണ്. ആടി വരുന്നടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടി അലീനയെ വിളിച്ച് പറയാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. നേരെ വിളിക്കുന്നത് ബാലേന്ദ്രനെ ആയിരിക്കും. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോഴേക്കും മാമച്ചായനും നിഗ്ഡേസിൻ്റെയും പുറത്തിറങ്ങുന്നുണ്ട്. ആരെയാടി ഈ വിളിക്കുന്നേ? ഞാനേ എൻ്റെ സന്തോഷം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ചേച്ചിയെ വിളിച്ചതാ. ചേച്ചിക്കായിരുന്നു ഞാൻ ഹയർ സ്റ്റഡീസിനൊക്കെ പോകണം എന്ന് വലിയ താല്പര്യം. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ സാറിനെ വിളിച്ചതാ. പക്ഷെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രേസി ആൻറ്റി പറയും, എടി അതൊക്കെ ഇപ്പോൾ വിളിച്ച് പറയണോ, അഡ്മിഷൻ കിട്ടിയിട്ട് പോരെ. അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടില്ല. അതിപ്പോൾ ഞാനിങ്ങനെ പറയാനാ, ഒന്നാമതേ അഡ്മിഷൻ എടുക്കുന്ന സമയം കഴിഞ്ഞു, ഡിഗ്രിയുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, നമുക്ക് പോയി നോക്കാന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടിക്കാകെ സങ്കടമാവാണ് കേട്ടോ. എന്നെ വെറുതെ ഓരോന്ന് പറയല്ലേ. മാമച്ചായനല്ലേ പറഞ്ഞത് ഒരു റിലേറ്റീവ് ജേക്കബ് സാർ ഉണ്ടെന്നും അവിടെ ചെന്നാൽ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുമെന്നും. അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എന്താ സ്ഥിതി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോയി നോക്കണം. പിന്നെ പോരാത്തതിന് നീ ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആണോന്ന് എനിക്കും ഒന്ന് അറിയണ്ടേ. നീ +2 എങ്ങാനും പൊട്ടിയതാണെങ്കിലോ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയും, അയ്യടാ വലിയ കേമത്തരായിപ്പോയി, എനിക്ക് +2ന് ഫുൾ A+ ആയിരുന്നു. ആൻറ്റി അന്ന് സ്നേഹനികേതനത്തിൽ വന്നപ്പോൾ വലിയ കാര്യത്തിൽ ചോദിച്ചിരുന്നല്ലോ, സർട്ടിഫിക്കറ്റ് ഒക്കെ എവിടെയെന്ന്, അന്ന് എടുത്ത് കാണിച്ചു തന്നതായിരുന്നല്ലോ, കണ്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗ്രേസിയമ്മ പറയും, അയ്യോ മാമച്ച, അന്നേ ഞാൻ കണ്ണട എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഇവളുടെ സർട്ടിഫിക്കറ്റിന് നേരെ വണ്ണം നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്ന് പറയുമ്പോൾ, എന്നെ ചൊറിയല്ലേ, ഞാനിത് വെറുതെ ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതിന് സ്കൂളുകാർ തന്ന സർട്ടിഫിക്കറ്റാ. നമ്മൾ കോളേജിൽ പോയി ഈ സർട്ടിഫിക്കറ്റ് കൊടുത്താലുടനെ അവർ ഒപ്പിട്ട് തരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാമച്ചൻ ചോദിക്കും എന്ത് എന്ന് ചോദിക്കുമ്പോൾ അഡ്മിഷൻ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരും. അയ്യോ ഒരുപാട് സമയം വൈകി വന്നേന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും വിളിച്ചോണ്ട് പോവാനിട്ട് രേവതിക്കുട്ടി. പിന്നീട് അവർ കോളേജിലെത്തി മാഡത്തെ കാണുകയും അവരെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ രേവതിക്കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി നോക്കുന്നുണ്ട്. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ സമയത്ത് അഡ്മിഷൻ കൊടുക്കാറില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടിക്കും ഇവർക്കൊക്കെ വിഷമാവാണ് കേട്ടോ. ഒന്നാമതേ ലാസ്റ്റ് വീക്ക് സെക്കൻഡ് സെമസ്റ്റർ തുടങ്ങി, പിന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പോയിട്ട് ഒന്ന് അവരെ കാണേണ്ടി വരും, അതൊക്കെ ഞങ്ങൾ ഏറ്റു മാഡം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡബിൾ എഫേർട്ട് എടുക്കാൻ തയ്യാറായിട്ട് വേണം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്, 2 സെമസ്റ്ററും കൂടി ഒരുമിച്ച് എഴുതേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി അതിന് വേണ്ടിയിട്ട് തയ്യാറാവാണ് കേട്ടോ. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് അവൾ അതിന് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചെന്ന് പറയും. അതേതായാലും നന്നായി. പിന്നെ ലോക്കൽ ഗാർഡിയൻ ബ്രിജിത്ത് തോമസ് എന്നാണല്ലോ, അവർ മരിച്ചുപോയി, ഇപ്പോൾ ഞങ്ങൾ ആ ലീഗൽ ഗാർഡിയൻസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തിട്ട് ഇവരെ ഇറങ്ങുകയാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന തിരിച്ചു വരുന്നതാണ് കേട്ടോ. ആ സമയത്താണെങ്കിൽ ബബിത മറത്ത് തന്നെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ വണ്ടി വരുന്ന ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ കാണാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ അലീനയും കൃഷ്ണയൊക്കെ പുറത്തിറങ്ങി കാണുമ്പോൾ തന്നെ ബബിത അങ്ങ് ഉള്ളിലേക്ക് ഓടുകയാണ്. ആ സമയത്ത് വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് വൈജ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആരുടെ വണ്ടിയുടെ ശബ്ദമാ എന്ന് ചോദിക്കുന്നു. ബബി പറയും അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വൈജ അങ്ങ് പുറത്തേക്ക് പോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ ബബി പറയും ഇവിടെ അലീനയുണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അമ്മ എന്തിനുള്ള പുറപ്പെടാം, ചൂലെടുത്ത് അടിക്കും ഞാൻ അവളെ, അമ്മേ വഴക്കിനൊന്നും പോകണ്ട, അച്ഛൻ അമ്മയെ തല്ലും, പിന്നെ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കണം എന്നാണോ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ബബി പറയും അമ്മയെ അച്ഛൻ തല്ലും, അത് ഉറപ്പാണ്, വെറുതെ ഒരു കയ്യാങ്കളിക്ക് നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നിൽക്കാൻ കേട്ടോ. ആ സമയത്ത് നമ്മുടെ അലീനയും കൃഷ്ണമോളും കൂടി ഇങ്ങനെ ഡിക്കിയിലുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണമോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും കേട്ടോ അലീനയെ. എടി നീ എൻ്റെ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് ഇനി അതിന് വഴക്ക് കേൾക്കേണ്ടി വരുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല ചേച്ചി, ഇത് ഞാൻ തിരികെ നൽകില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് സാധനങ്ങൾ എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ വൈജ നോക്കി നിൽക്കെ ബാലചന്ദ്രനായിരിക്കും ഫസ്റ്റ് കയറുന്നത്, പിന്നീട് നമ്മുടെ കൃഷ്ണമോള്. അപ്പോൾ വൈജ അലീന എവിടെ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അലീന വന്ന് കയറാണ് കേട്ടോ. വൈജയുടെ മുഖം ഭാവം കാണുമ്പോൾ തന്നെ നമ്മുടെ ബാലേന്ദ്രൻ പോയിട്ട് പറയും നീ ഇവിടുന്ന് അടിച്ചോടിച്ചവളാണ് അലീന, ഞാൻ അവളെ പോയി തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിരിക്കാം, നിനക്കൊരു മകളെ പോലെ കാണാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്, അല്ലെങ്കിൽ നിന്റെ ജീവിതം ദുഷ്കരമായിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ജീവിച്ചാൽ മതി, സൗഖ്യമൊന്നും വേണ്ട എന്ന് പറയാൻ കേട്ടോ വൈജ. എന്നിട്ട് പറയും ഞാനും ഇവളും ഇവിടെ നിൽക്കണമെന്നോ അതോ അതിലൊരാളെങ്കിലും ഇവിടെ നിൽക്കണമെന്ന് ഞാനും എൻ്റെ ആങ്ങളമാരായിട്ട് ഒന്ന് തീരുമാനിക്കട്ടെ, എനിക്കും ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയും നീ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് അലീനയുടെ അടുത്തിട്ട് പോയിട്ട് പറയും അലീന നീ വന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. ആ സമയത്ത് തന്നെ കൃഷ്ണമോള് ചെന്നിട്ട് വൈജയോട് പറയും അമ്മ ഏതായാലും തോറ്റു, ഇനിയും ഈ വാശിയായിട്ട് മുന്നോട്ട് പോയാൽ തോൽവിയുടെ പടുകുഴിയിലേക്കായിരിക്കും അമ്മയുടെ വീഴ്ച എന്ന് പറയാൻ കേട്ടോ.